ബോച്ചയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹണി റോസിനെതിരെ ഒരു വികാരം പൊതുസമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവരുടെ കരിയറിനെ തന്നെ ഇത് ബാധിക്കില്ലേ? കാരണം അവർ ഉദ്ഘാടന ചടങ്ങുകളിലെല്ലാം വിളിക്കപ്പെടുന്ന ഒരു അതിഥിയാണ്. അങ്ങനെയാണെങ്കിൽ ഇനി ആൾക്കാർ മടിക്കുകയില്ലേ? ഈ വ്യവസായികളെല്ലാം ഇത്തരം ഒരു അനാവശ്യമായ വിവാദമുണ്ടായ ഒരു നടിയെ വീണ്ടും തങ്ങളുടെ സ്ഥാപനത്തിലേക്ക് ഉദ്ഘാടന ചടങ്ങിൽ വിളിക്കുമോ? ഹണി റോസിനെതിരെ പൊതുവേ ഒരു പൊതുവികാരം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹണി റോസ് കൊടുത്ത കേസെന്ന് പറഞ്ഞാൽ അവരെ ഈ പറയുന്ന ഡബിൾ മീനിങ് വെച്ച് അവരെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള രീതിയിൽ അനുകൂലം കിട്ടുന്ന രീതിയിലേക്കാണ് അവർ കേസ് കൊടുത്തത്. പക്ഷേ അവർക്കിടെ ഈ ഒരു കേസിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇവരെ അനുകൂലിക്കുന്ന ഫെമിനിസ്റ്റുകളും ഒന്നും വലുതായിട്ട് വന്നില്ല. അല്ലെങ്കിൽ ആരും വേറെ ചില കേസുകൾ ദിലീപിൻ്റെ കേസിലാണെങ്കിൽ പോലും പല ഘട്ടത്തിലും പല ആൾക്കാരും വരുമ്പം ഇവരുടെ അതിനകത്ത് ഈ വന്നില്ല. പിന്നെ അത്യാവശ്യം മാധ്യമങ്ങൾക്ക് ഈ കേസ് ഉയർത്താൻ അല്ലെങ്കിൽ പറയാതിരിക്കാൻ വയ്യാത്തതുകൊണ്ട് അത്യാവശ്യം മാത്രം പറയുന്നു. നിങ്ങൾ അന്ന് ജയിലിലായതിനു ശേഷം 6 ദിവസവും അദ്ദേഹത്തെ പറ്റി ഒരു വാർത്ത അല്ലെങ്കിൽ അതെടുത്ത് പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയൊന്നുമില്ല. നമ്മുടെ മാധ്യമങ്ങളുടെ സ്വഭാവമറിയല്ലോ, അവിടോട്ട് കിടന്നാൽ അല്ലെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കുന്നിടത്ത് ഇതിപ്പം ഈ ഒരു കാര്യത്തിനകത്ത് ഹണി റോസിൻ്റെ വിഷയം പൊതുസമൂഹം ചർച്ച ചെയ്യുന്നൊരവസ്ഥ വന്നു. അതിനകത്ത് ഡബിൾ മീനിങ് പറയുന്ന ബോച്ചെ അല്ലെങ്കിൽ അത് പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഹണി റോസിൻ്റെ വസ്ത്രധാരണം ശരിയല്ല, അവർ അല്ലെങ്കിൽ സഭ്യമായിട്ട് നടക്കുന്ന സ്ത്രീയല്ല, അവർ ഇത്തരത്തിൽ ശരീരം കാണിച്ച് പൊതുജനത്തെ അല്ലെങ്കിൽ ഈ ഞരൻപന്മാരെ എന്തോ അങ്ങനെ കണ്ട് ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ആൾക്കാർ കേരളത്തിൽ വളരെ കൂടുതലുണ്ടായതുകൊണ്ട് അതിനെ വിറ്റ് കാശാക്കുന്ന ആളാണ്. ഈ സമൂഹത്തിന് നാളെ കാലത്തെ ഈ സ്ത്രീയുടെ ഇത്തരത്തിലുള്ള പോക്കുകൾ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള സ്ത്രീ ആയതുകൊണ്ട് അതിവിടുത്തെ കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ ഏറ്റെടുത്താൽ ഈ രീതിയിൽ പോകും എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു പ്രചരണം വളരെ കൂടുതലായിട്ട് എടുത്തുകൊണ്ട് വരികയും ആ പ്രചരണത്തിന് വളരെ കൃത്യമായ ആക്കം കിട്ടുകയും അല്ലെങ്കിൽ ആ പ്രചരണം ഒരു പരിധിവരെ ശരിയാണെന്ന് പറയുന്ന രീതിയിലേക്ക് സ്ത്രീ സമൂഹം വരെ വരുന്നൊരവസ്ഥ ഉണ്ട്. മാത്രമല്ല, രണ്ടാമതൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ ബോച്ച എന്ന് പറയുന്ന ആൾ ഈ രീതിയിൽ കോലം കെട്ടി നടക്കുന്ന ആളാണെങ്കിലും ഇത്തരത്തിൽ വലിയ ബിസിനസ്സുകാരനാണെങ്കിലും ഡബിൾ മീനിങ് നടത്തുന്ന ആളാണെങ്കിലും ഈ ബോച്ച എന്ന് പറയുന്ന ആളിനെയും കൊണ്ട് പൊതുസമൂഹത്തിന് പ്രയോജനമുണ്ട്. അദ്ദേഹം പല ചാരിറ്റി പ്രവർത്തനം നടത്തുന്നുണ്ട്, അദ്ദേഹം ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജോലി കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചൂരന്മലയിൽ ഉൾപ്പെടെ ഇപ്പം പ്രകൃതി ദുരന്തം ഉണ്ടായപ്പോൾ 100 പേർക്ക് വീട് വെച്ച്, ഏറ്റവും അവസാനത്തെ ഉദാഹരണം ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ 100 പേർക്ക് വീട് വെച്ച് കൊടുക്കാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അതായത് അദ്ദേഹത്തെ കൊണ്ട് പൊതുജനത്തിന് പ്രയോജനമുണ്ട്. അദ്ദേഹം ചെയ്തത് തെറ്റാണെങ്കിലും അത് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഈ സ്ത്രീയെ കൊണ്ട് പൊതുജനത്തിന് യാതൊരു പ്രയോജനവുമില്ല. ഈ സ്ത്രീക്ക് സിനിമയിൽ അഭിനയിക്കാൻ അറിയത്തില്ല. ഈ സ്ത്രീ ആകപ്പാടെ ആ സിനിമാ നടി എന്നുള്ള സ്റ്റാറ്റസ് വെച്ചിട്ട് ഇതുപോലെ ഈ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ അത് മുതലെടുത്ത് ചൂഷണം ചെയ്ത് ആ ക്രൗഡ് വരുന്നതുകൊണ്ട് ഒരു കട ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഒരാൾ തീരുമാനിക്കുന്നതിനാണ് അയാളുടെ കടയ്ക്ക് വേണ്ട പബ്ലിസിറ്റി കിട്ടണം. ആ കട ഉദ്ഘാടനം ചെയ്യുന്നത് പ്രമുഖമായിട്ടുള്ള നടി അല്ലെങ്കിൽ അത്തരത്തിൽ ആൾക്കാരറിയുന്ന ഒരാളാകുമ്പോൾ ഇവരെ കാണാൻ താല്പര്യമുള്ളവർ ഓടിച്ചെല്ലുകയും അല്ലെങ്കിൽ ഇന്ന കട ഉദ്ഘാടനം ചെയ്ത് ഇന്ന ആളാണെന്ന് പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിന് പ്രചരണം കിട്ടും. അപ്പോൾ പല ഘട്ടങ്ങളിൽ ഇപ്പം നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യാൻ പറ്റും, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യാം, പിണറായി വിജയൻ ഇതാണ്. അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ പേര്. ഹണി റോസ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു. ഹണി റോസ് എന്ന് പറഞ്ഞാൽ ആരാണ്? സിനിമ ഇപ്പം മഞ്ജു വാര്യർ എന്ന് പറഞ്ഞാൽ പറയാം അന്യ സിനിമയിൽ വളരെ നല്ല രീതിയിൽ അഭിനയിച്ച്. ഹണി റോസിന് അങ്ങനെ പറയത്തക്കോണം അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണമുള്ള സിനിമയില്ല. അപ്പോൾ വേറെ ഇവരുടെ അതുകൊണ്ട് അവരുടെ ചില എന്തു പറയുന്നത്, ചിലരുടെ ഈ പറയുന്ന അവരുടെ ചില ശരീര സൗന്ദര്യം പ്രദർശിപ്പിച്ച് അങ്ങനെ ജീവിക്കുന്നവർ ഈ രീതിയിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടുമെന്ന് ഇവിടുത്തെ കുഞ്ഞുങ്ങൾ വിചാരിച്ചാൽ, സമൂഹം വിചാരിച്ചാൽ നാളെ കാലത്തെ അതേ രീതിയിൽ അവർ വേഷം കെട്ടി ഇറങ്ങുമെന്നുള്ള രീതിയിലാണ് ഈ ആൾക്കാരുടെ സംസാരം. അല്ല, അപ്പോഴേക്കും പലരും പറയുന്നത് ഈ വസ്ത്രധാരണ വ്യക്തി സ്വാതന്ത്ര്യമാണല്ലോ. അതിനൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. വസ്ത്രധാരണം വ്യക്തി സ്വാതന്ത്ര്യമാണ്. നമ്മൾ ഈ പറഞ്ഞത് വേറൊന്നുമല്ല. ഇവർക്കെതിരെ വരുന്ന നീക്കങ്ങൾ ഞാനീ പറയുന്നത്, അവർക്ക് അവരുടെ രീതി വസ്ത്രം ധരിച്ചൂടെ? അവരുടെ രീതി വസ്ത്രം ധരിക്കട്ടെ. ഏതെല്ലാം രീതിയിൽ ആരെല്ലാം വസ്ത്രം ധരിക്കുന്നു? ഇപ്പം നമ്മൾ പല രാജ്യങ്ങളും പല രീതിയിൽ, ഇപ്പം നമ്മുടെ കോളത്ത് തന്നെ എത്രയോ പേര് വന്ന് അവിടെ കിടക്കുന്നു. നമ്മളെ കോളത്ത് പോകുമ്പോൾ കാണുന്നില്ല. നമ്മളവിടെ അത് കാണുമ്പോൾ അവരെ എല്ലാം വിമർശിക്കാറുണ്ടോ? അതൊന്നുമല്ല. അപ്പം അവരവരുടെ രീതിയിൽ വസ്ത്രധാരണം നടത്തിക്കോട്ടെ സ്ത്രീത്തെ. നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്തുവാ? കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഇനിയിപ്പോൾ ഇവർക്ക് വരത്തില്ല എന്ന് പറയാൻ കാര്യം ഇവരെ കടത്തി ഉദ്ഘാടനത്തിൽ വിളിക്കുന്നത് പ്രമുഖ സിനിമാ നടി ഹണി റോസ്.
ഇപ്പോൾ വന്നേക്കുന്ന പ്രചരണം എങ്ങനെ, ഈ പുരുഷ സംഘടനയുടെ ഏതാണ്ടൊരു നേതാവുണ്ട്, അയാൾ വലിയ രീതിയിൽ പ്രചരണം നടത്തി നാളെ കാലത്തെ പ്രകടനം നടത്താൻ പോവുക ഈ രാഹുൽ ഈശ്വറിൻ്റെ വിഷയം വെച്ചിട്ട്. രാഹുൽ ഈശ്വർ പ്രചരിപ്പിക്കുന്നത്, രാഹുൽ ഈശ്വർ ഈ നമ്മളീ പറയുന്ന പോലെ ഈ മധുരത്തിൽ പൊഴിഞ്ഞ കാട്ടും കാട്ടും എന്ന് പറയുന്ന പോലെ ഈ ഈ എന്തോ പറയുന്ന പട്ടിക്കാട്ടം ഈ പഞ്ചസാരയ്ക്കകത്ത് പൊതിഞ്ഞു കൊടുക്കുന്നവരാണെന്നുള്ള കൊടുത്തത്. എനിക്ക് ഏറ്റവും ബഹുമാനപ്പെട്ട എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഹണി റോസ്, എനിക്ക് അവരോട് വലിയ ബഹുമാനമാണ്, തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ നടിയാണ്, മറ്റേതാണ് മറിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട് മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കണം, ഇവർ സമൂഹത്തിൽ കൊള്ളില്ലാത്തവരാ എന്നൊക്കെ ഉള്ള രീതി വളരെ വൃത്തിയായിട്ട് പറയില്ലേ ശ്രീത്തെ. നിങ്ങളൊന്ന് പോയി എന്ത് രാഹുൽ പറയുന്നത്, രാഹുൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും സമൂഹത്തിന് കൊള്ളില്ലാത്തൊരു സ്ത്രീ, മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കാത്ത സ്ത്രീ, നമ്മുടെ സംസ്കാരത്തിന് ഉതകാത്ത സ്ത്രീ, ആ രീതി സംസാരിച്ചിട്ട് വളരെ കൃത്യമായിട്ട് അത് പറയും. ഇപ്പം വേറെ ആൾ പറയുമ്പോൾ നമ്മൾ സാധാരണ പറയും ഇല്ല എന്തോ ഏതാണ്ടൊരു ഒരു ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, അയാളുടെ പേരെന്തോ, ഈ തിരുവനന്തപുരത്തുകാരൻ ഡബ്രോളിയണ്ണൻ. ആ ഡബ്രോളിയണ്ണൻ പറയുന്ന ഭാഷയിലല്ലെന്നേ ഉള്ളൂ, അതേ പുള്ളി പറയുന്ന അതേ മീനിങ് തന്നെ ഈ പറയുന്ന രാഹുൽ ഈശ്വരൻ പറയുന്നത്. ഡബ്രോളി അണ്ണൻ പറയുന്ന അതേ മീനിങ്ങിലാണ് രാഹുൽ ഈശ്വരൻ പറയുന്നത്. അത് ഇത് വളരെയായിട്ട് പ്രചരണമായി. രാഹുൽ ഈശ്വരൻ്റെ ഭാഗമായിട്ട് സ്ത്രീകൾ വരുന്നു. രാഹുൽ ഈശ്വർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കീഴിൽ പെണ്ണുങ്ങളെ ഉള്ളൂ, പറയുന്ന ന്യായമാണ്. അതുപോലെ തന്നെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പുരുഷൻ്റെ സംഘടനയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പുള്ളിക്ക് പിന്തുണയായിരുന്നു. അതായത് നാളെ കാലത്തെ ഹണി റോസ് ഉദ്ഘാടനങ്ങൾ നടത്തി ജീവിച്ചുകൊണ്ടിരുന്നെങ്കിൽ അതിന് വിഘ്നം വരാൻ പോവുകയാണ്. സിനിമയ്ക്കകത്ത് ഇവരെ അഭിനയിപ്പിച്ചാൽ ഈ സംഘടനയ്ക്ക് ഇത്ര ശക്തിയുണ്ടോ അല്ലെങ്കിൽ ഇവർക്ക് ഇത്ര എതിർപ്പുണ്ടെന്ന് സിനിമയിൽ അഭിനയം നിൽക്കുന്ന ഒരവസ്ഥ വരും. അപ്പം അവരുടെ ജീവിത മാർഗം ഇവരുടെ ഈ തീരുമാനം കൊണ്ട് തടയുന്ന രീതിയിലേക്ക് പോകും. അവർ പറയുന്ന ഇതേ ഡബിൾ മീനിങ് 4 മാസമായി ഡബിൾ മീനിങ് പറഞ്ഞു. അതുകൊണ്ട് ആ ഡബിൾ മീനിങ് എന്നുള്ള രീതിയിൽ സാധാരണക്കാരൻ ഏറ്റെടുക്കുന്നു. അങ്ങനെ എന്നെ ഇങ്ങനെ നിരന്തരം അല്ലെങ്കിൽ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ. അപ്പം നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത് എന്തോ, നിങ്ങൾ കാണിക്കുന്നത് എന്തോ, അതിനുള്ള കാര്യമില്ലേ പറയുന്നത്. അത് ആക്ഷേപമായിട്ട് തോന്നാൻ കാര്യമില്ല, നിങ്ങൾ ഇങ്ങനെയല്ലേ ജീവിക്കുന്നത്, ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോവാം. അപ്പം അതാണ് ഇതിനകത്തെ ഒരു പ്രശ്നം. ഇപ്പം രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും കേസ് കൊടുത്തിരിക്കും. രാഹുൽ ഈശ്വറിനെതിരെ കേസ് കൊടുക്കുമ്പോൾ രാഹുൽ ഈശ്വർ എന്ത് ചെയ്യുന്നു, ഞാൻ വീട്ടിലോട്ട് എന്നെ അറസ്റ്റ് ചെയ്തു, ഞാൻ എന്തായാലും അതിനകത്തൊന്നും മാറത്തില്ല, ഞാൻ പറയുന്ന ന്യായമില്ലേ. ശ്രീബുദ്ധൻ്റെ അവതാരമായിട്ടൊക്കെ രാഹുൽ ഈശ്വർ നിൽക്കുന്നേ, പറയുന്നത് മനസ്സിലായിട്ടോ. ഇതിനു മുമ്പേ ഞാൻ നയിച്ചിരുന്ന ഒരു സമരം എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ ഈ പറയുന്ന സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു സമരത്തിന് ശേഷം ഞാൻ ഏറ്റെടുത്തിരിക്കുന്ന 2ാമത്തെ സമരം എന്ന് പറയുന്നത് ഈ പറയുന്ന ഹണി റോസ് മര്യാദയ്ക്ക് വസ്ത്രം ധരിക്കണം എന്നുള്ളതാണെന്നൊക്കെ ഒരു രീതിയിലാണ് പറയുന്നത്. ഇത് ശരിയാണെന്നാണ് പറയുന്നത്. അപ്പൊ രാഹുൽ ഈശ്വർ ഈ സമൂഹത്തിന് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന്റെ സുരക്ഷ സംഘടനകളോ പറയുന്നത് ഇനി മര്യാദയ്ക്ക് വസ്ത്രം ധരിച്ചില്ലെങ്കിൽ ഉദ്ഘാടന വേദിയിലെത്തി നടുമാരെ ചാണകം എറിയുമെന്നാണ് പറയുന്നത്. ഇതേ രീതിയിലേക്ക് ഇതുവരെ ഈ രീതിയിലേക്ക് ആ ഒരു വന്നില്ല. അത് ശരിയാണെന്നും അല്ലെങ്കിൽ ഈ അതുപോലെ വേറെ വലിയ വിഷയമാണിത് ശ്രീത്തെ. നമ്മളീ പറയുന്നത് ഇതിനകത്ത് ഈ ചില സിനിമയൊക്കെ എടുക്കുന്ന പ്രൊഡ്യൂസർമാർക്കും അല്ലെങ്കിൽ ചില ആൾക്കാർക്കൊക്കെ അതിനകത്തൊരു താല്പര്യമുണ്ട്. അല്ലെങ്കിൽ ചില ഈ ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുമ്പോൾ അവർക്കും ഇതൊരു കൗതുകം, അവരെ കാണുന്നതൊക്കെ ഇഷ്ടമായിട്ടാണ്. വേറെ എത്രയോ അല്ലെങ്കിൽ വേറെ ആരെയൊക്കെ ഇപ്പം ഇവരെ എല്ലാം ഇപ്പം പൊതുവെ ഒരു പേര് വന്നു, ഈ ഞരമ്പന്മാരാണ് ഇവരെ കാണാൻ പോകുന്നത്. നമ്മൾ പറയുമ്പോൾ ഇനി ആരെങ്കിലും പാനക്കോ ഞരമ്പന്മാരാണെന്ന് അവരുടെ ഈ ആവേശം കൊണ്ടാണ് കാണാൻ പോകുന്നത്. ഇപ്പം ഞാനായാലും ശ്രീത്തായാലും ഞരമ്പനാണെന്ന് നമ്മൾക്ക് ഞരമ്പ് രോഗം ഉണ്ടോ ഇല്ലയോ നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് പോകണം ഈ ഇവരെ വരുമ്പോൾ കാണണോ താല്പര്യം ഉണ്ടോന്നില്ല നമുക്കേ അറിയത്തുള്ളൂ. അപ്പം നമ്മൾ കട ഉൾക്കാണത്തിൽ പോയേക്കാം, സിനിമാടി വരുന്നൊക്കെ പറഞ്ഞ് വേറെ രീതിയിൽ സ്റ്റൈലൊക്കെ ആയിരിക്കും പോകുന്നത്. പക്ഷേ ഈ രോഗം കൊണ്ടായിരിക്കുമല്ലോ പോകുന്നത്. അപ്പം അത് ഇനിയും പോകുന്നവരെല്ലാം ഞരമ്പന്മാരാണെന്ന് പ്രഖ്യാപിച്ചിരിക്കും. ഇവരുടെ കട ഉൾക്കാണത്തിന് ആൾ പറയും, അല്ലെങ്കിൽ കട ഉൾക്കാണത്തിന് ഇവരെ വിളിക്കുന്ന ഒരവസ്ഥ, ഈ വിളിക്കുന്നവൻ ഞരമ്പനാവും. ഇടയ്ക്ക് ഇവരെ വിളിച്ചിട്ട് ഒരു പെട്രോൾ പമ്പ് ഉൾക്കാണം ചെയ്യിച്ചു. പെട്രോൾ പമ്പ് ഉൾക്കാണം ചെയ്യാൻ എന്തിനാ ഇവർ വരുന്നത്? അവിടെ എന്തോ പ്രോഡക്റ്റ് ആവുള്ളത്. അപ്പോൾ പിന്നെ അവൻ്റെ പേര് ഞരമ്പൻ എന്നല്ലാതെ വേറെ എന്തോ വിളിക്കുന്നത്? ഒരു പെട്രോൾ പമ്പ് ഉൾക്കാടനം ചെയ്യാൻ ഈ ഹണി റോസിനെ വിളിക്കുക എന്ന് പറഞ്ഞാൽ, ഹണി റോസ് വരുമ്പോൾ സ്ത്രീ ആയതുകൊണ്ട് ജുവലറി ഉൾക്കാടനം ചെയ്യാം. അവരേതെങ്കിലുമൊക്കെ എടുത്ത് കഴുത്തിലിടുമ്പോൾ നല്ല അല്ലെങ്കിൽ മോഡലാണ് അവർക്ക്. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ തുണിക്കട ഉൾക്കാടനം ചെയ്യിക്കുന്നതിന് വിളിക്കാമെന്ന് വെച്ചു. തുണിക്കട വരുമ്പം സാരി എടുക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അല്ലെങ്കിൽ അത് കൊള്ളാമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അത് അണിഞ്ഞുകൊണ്ടുള്ള പിന്നെ സൂപ്പർ മാർക്കറ്റ് ആകുമ്പം പിന്നെ അല്ലെങ്കിൽ പെട്രോൾ പമ്പിനകത്ത് ഹണി റോസ് എന്തിനാണ് പറയുന്നത്? ഈ പെട്രോൾ നല്ലതാണ്, അല്ലെങ്കിൽ ഹണി റോസിൻ്റെ കാറിനകത്ത് അടിക്കുന്ന പെട്രോളാണ്, അല്ലെങ്കിൽ പെട്രോൾ അടിച്ച് കാണിക്കുന്നു. അപ്പം അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പമ്പ് അറിയാൻ പമ്പിനെന്ത് പ്രചാരണം, റോഡിൽ പമ്പ് വെക്കുന്ന ആൾക്കാരൊന്നും. അപ്പം അതിന് ഈ രീതിയിൽ ഇനി ഇവരെ വിളിക്കുന്ന ആൾക്കാർ ഞരമ്പന്മാരാകും.
പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ പുരുഷ സഹായ സംഘവും അല്ലെങ്കിൽ ഇവരെ ലോകത്തെ ഏറ്റവും കൊള്ളുകയില്ലാത്തവരാണ്, ഇവരെ ഇത് ചെയ്യുന്നത് ശരിയല്ലെന്ന് രാഹുൽ ഈശ്വറും പ്രചരണം നടത്തി. രാഹുൽ ഈശ്വർ ഇതിനകത്തൂടെ 2 കാര്യം സാധിച്ചു. ഒന്ന് എന്ന് വെച്ചാൽ ഇവർക്ക് 2 പേർക്കും ഒന്ന് ബോച്ചെ ഇപ്പം വലിയ ബോച്ചെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ, ആരും അറിയാതിരുന്ന കാര്യങ്ങൾ പോലും ബോച്ചെ നല്ലൊരു ഈ പറയുന്നത് പോലെ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന ആളാണെന്നും ബോച്ചെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ആൾക്കാർ ജോലി കൊടുക്കുന്ന ആളാണെന്നും ബോച്ചയുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൂടി, ഇവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കൂടി, പക്ഷേ ഹൈപ്പ് കൂടി, പക്ഷേ അത് അവർക്ക് ദോഷം ചെയ്യുന്ന രീതിയിലേക്ക് മാറി. ഇതിൻ്റെ ഇടയ്ക്കൂടെ ഇല്ല പറയുന്ന പോലെ പണ്ട് മുതലയുടെ വായിലിരിക്കുന്ന ഈച്ച പറഞ്ഞ പോലെ ഞാനും മുതലയച്ചനും കൂടെ പോത്തിനെ പിടിച്ചതെന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ഇടയ്ക്കൂടെ രാഹുൽ ഈശ്വറിന് ഓസിന് ഒരു ഹൈപ്പും കിട്ടി. അപ്പം ഈ രീതിയിലേക്ക് പോയി എന്തുവായാലും ഹണി റോസ് നാളെ കാലത്ത് ഇനി വാർക്കപ്പണിക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് നമുക്കറിയത്തില്ല. ഏതായാലും ഈ കളി ഹണി റോസിന് കൈകൊള്ളുന്ന കളിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതിനകത്ത് 5-6 ദിവസം ബോച്ചെ അകത്ത് കിടന്നിട്ടുണ്ടെങ്കിൽ ബോച്ചെ ഒരു അഹങ്കാരിയാണെന്ന് പറയുന്നിടത്ത് പോലും ബോച്ചയോട് ഇത് വേണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റസിലേക്ക് ബോച്ചെ മാറുകയും രാഹുൽ ഈശ്വർ ഇതിൻ്റെ ഇടയ്ക്കൂടെ കേരളം മൊത്തം അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റിയായിട്ട് മാറുകയും ഹണി റോസിന് ദോഷമുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് ഈ കേസ് വന്നിട്ടുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കുമ്പോൾ തോന്നിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്.